ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹോർമോണുകളെ പറ്റി, അതുപോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസ് അല്ലെങ്കിൽ ഫീമെയിൽ റിലേറ്റഡ് കംപ്ലൈന്റ് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം എന്നൊരു ക്ലാസ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം തൈറോയിഡ് ഹോർമോൺ, അതിന്റെ ഒരു ബേസിക് ഫിസിയോളജി, ആ ഒരു എന്താ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ഒരു ഫിസിയോളജി പോർഷൻ. അപ്പൊ അവിടെ ഫസ്റ്റ് അറിയേണ്ട സംഭവം നമുക്കറിയാം, ഹൈപ്പോതലാമസ് ഉണ്ട്. ഹൈപ്പോതലാമസ് ആണ് ഈ എൻഡോക്രൈൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സെന്റർ എന്ന് പറയുന്നത്. പിന്നെ ആന്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. പിന്നെ വരുന്നത് ഇപ്പം തൈറോയിഡ് ആയതുകൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ച് പറയുന്നു. ഇവിടെ എന്താ ഫസ്റ്റ് സംഭവിക്കുക, തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോയിഡ് റിലീസിങ് ഹോർമോൺ, അത് റിലീസ് ചെയ്യും ഹൈപ്പോതലാമസ്. അവിടെ പിന്നീട് വന്നിട്ട് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആരാണ് വരിക, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് തൈറോയിഡ് ഗ്ലാൻഡിൽ ഒന്ന് ആക്ട് ചെയ്തിട്ട് T3, T4 അതുപോലെ ക്യാൻസർ. ഇവിടെ TSH ആക്ഷൻ തൈറോയിഡ് ഗ്ലാൻഡിൽ 80% T4 ആണ്, ഒരു ഉള്ളൂ T3. T4 കൺവേർഷൻ നടന്നിട്ടാണ് T3 ആവുന്നത്. T3 ആണ് ആക്റ്റീവ് ഫോം. പക്ഷെ T4 ആണ്. ഫിസിയോളജി പറഞ്ഞതിന്റെ കാരണം പറയുന്ന സമയത്ത് കുറച്ചുകൂടി വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മൾ പറഞ്ഞു, മെയിൻ ആയിട്ട് ഒരു 80% പ്രൊഡ്യൂസ് ചെയ്യുന്നത് T4 ആണ്. അതിൽ തന്നെ ഫ്രീ T4 നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വിടുന്നതാണ് ടോട്ടൽ T3 അല്ലെ ടോട്ടൽ T4. നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല ഫ്രീ T3 അല്ലെങ്കിൽ ഫ്രീ T4 എന്ന് സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്നത് എപ്പോഴും ടോട്ടൽ T3 അല്ലെങ്കിൽ T4 ആയിരിക്കും. അത് പക്ഷെ നമുക്ക് അത്ര ഉപയോഗം ഉണ്ടാവില്ല. അതിലും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഫ്രീ T3 അല്ലെങ്കിൽ ഫ്രീ T4. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഫ്രീ ആയിട്ടുണ്ടോ അതായിരിക്കും അവിടെ ആക്റ്റീവ് ഫോമിലുള്ളത്. ഇതേപോലെ തന്നെ വരുന്നുണ്ട് വൈറ്റമിൻ B12 ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെയും ആക്റ്റീവ് വേണം ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് ആക്റ്റീവ് ഫോം വേണം ചെക്ക് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. T3 എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാൻ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ തൈറോയിഡ് ആന്റിബോഡീസ് എന്ന് പറയും. അതിൽ വരുന്നതാണ്, മെയിനായിട്ട് വരുന്നതാണ് anti-TPO അല്ലെങ്കിൽ തൈറോഗ്ലോബുലിൻ ആന്റിബോഡി, അതുപോലെ തന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് ഈ TSI എന്ന് പറയുന്നത് ട്രാബ് എന്ന് പറയും, അതായത് തൈറോയിഡ് റിസപ്റ്റർ ആന്റിബോഡി. അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ട്രാബാണ് ഈ TSI എന്ന് പറയുന്ന സംഭവം. ഈ ആന്റിബോഡീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പം കൂടുതലും കണ്ടുവരുന്നതാണ് കേട്ടോ. ഇപ്പം കൂടുതലും കണ്ടുവരുന്ന തൈറോയിഡ് കേസുകളിൽ ഓട്ടോ ഇമ്മ്യൂൺ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി ഇപ്പം കോവിഡിന് ശേഷം വരുന്ന തൈറോയിഡ് കേസുകൾ, അങ്ങനെ വരുന്ന കേസുകളിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ തൈറോയിഡ് ആന്റിബോഡീസ് കൂടുതലായിട്ട് കാണും. അപ്പം ചില കേസുകളുണ്ട്, ഇപ്പം തൈറോയിഡ് നമ്മൾ നോക്കുന്ന ടൈമിൽ സബ് ക്ലിനിക്കൽ അല്ലെങ്കിൽ സബ് അക്യൂട്ട് എന്നൊക്കെ പറയും, മാത്രം ചെറിയൊരു വേരിയേഷൻ, പക്ഷെ T3 T4 ഒക്കെ നോർമൽ ലെവലിലായിരിക്കും. അങ്ങനെ വരുന്ന കുറെ കേസുകളുണ്ടാവും. അപ്പം മിക്ക കേസിലും ഈ ആന്റിബോഡീസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ആന്റിബോഡീസ് എന്താവും, ഹയർ ലെവലിലായിരിക്കും. അതുപോലെ കൂടുതലും യങ്ങായിട്ടുള്ള ആൾക്കാരിലായിരിക്കും ഈ ഒരു തൈറോയിഡ് ആന്റിബോഡി കിട്ടാൻ കുറെ കൂടി ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പം എനിക്കറിയാവുന്നൊരു കേസിൽ തൈറോയിഡ് ഒന്ന് സ്കാൻ ചെയ്തതാ. അപ്പൊ അവിടെ എന്താ കിട്ടിയെന്ന് വെച്ചാൽ നോഡ്യൂൾസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു തൈറോയിഡ് ഐറ്റിസ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആള് തൈറോയിഡ് ചെക്ക് ചെയ്യുന്നത് തന്നെ, TFT അതുപോലെ തന്നെ തൈറോയിഡ് ആന്റിബോഡി ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ആക്സിഡന്റലി കിട്ടിയ ഈ തൈറോയിഡ് സ്കാൻ ചെയ്ത് കിട്ടിയതിൽ നിന്നാണ് TFT ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഈ TPO എന്ന് പറയുന്ന ആന്റിബോഡി
അത് ഭയങ്കര ഹൈ ആണ്. അതേപോലെ തന്നെ TFT ചില ചേഞ്ചുകളുണ്ട്. പക്ഷെ ഈ TPO ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താ ഒരു ഓട്ടോഇമ്മ്യൂൺ ടെൻഡൻസി ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ ട്രാബ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, തൈറോയ്ഡ് റിസപ്റ്റർ ആന്റിബോഡി, അത് കൂടുതലും അല്ലെങ്കിൽ കാണുന്നത് ഈ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. നമ്മൾ പറയില്ലേ കണ്ണൊക്കെ പ്രൊട്രൂഡ് ചെയ്തിട്ട് എക്സോഫ്താൽമോസ് പോലത്തെ കണ്ടീഷൻ വരുന്ന ടൈപ്പ് ഓഫ് തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം. ആ കേസിലാണ് ഈ ട്രാബ് അല്ലെങ്കിൽ തൈറോയ്ഡ് റിസപ്റ്റർ ആന്റിബോഡി. അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആണ് ഈ TSI എന്ന് പറയുന്നത്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതെന്താ സംഭവിക്കുക, ചെന്നിട്ട് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, അതായത് മനസ്സിലാവുന്നുണ്ടോ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായ TSH ചെയ്യേണ്ട ഫംഗ്ഷൻ ആര് ചെയ്യും? ഈ TSI അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആള് ചെയ്യും. പിന്നെ നമ്മൾ കോമൺലി കാണുന്ന ഒരു സംഭവമാണ് എന്താ, ഈ തൈറോയിഡ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ നേരത്തെ പറഞ്ഞില്ലേ ഓട്ടോ ആന്റിബോഡി ഉണ്ടാവും. അതുപോലെ തന്നെ TSH നോർമൽ ആയിരിക്കും, T3 T4 നോർമൽ ആയിരിക്കും. പക്ഷെ തൈറോയിഡൈറ്റിസ് ഉണ്ടാവും, തൈറോയിഡിനൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലൊരു ഇൻഫ്ലമേഷൻ കിട്ടും. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴും ഒരു ഓർഗനിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന ടൈമിൽ അത് കൂടുതലൊരു ഇൻഫെക്ഷൻ വരിക അങ്ങനെയുള്ള കണ്ടീഷനിലായിരിക്കുമല്ലോ ഒരു ഇൻഫ്ലമേഷൻ വരുന്നത്. അങ്ങനെ വരുന്ന ടൈമിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് എന്ത് ചെയ്യും, എൻസൈംസിനെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ റിലീസ് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ LFT പറഞ്ഞ ടൈമിൽ SGOT PT അങ്ങനത്തെ അവിടുത്തെ എൻസൈംസിനെ റിലീസ് ചെയ്യുന്ന കാര്യം, അതെപ്പോഴാണ് ലിവറിനൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്ന ഡാമേജ് വന്ന് തുടങ്ങുന്ന ടൈമിലല്ലേ. അതേപോലെ തൈറോയിഡിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഫ്ലമേഷൻ വരുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഈ T4ഉം T3ഉം കൂടുതൽ കാണിക്കും. അപ്പം ചില ടൈമിൽ TSH നോർമൽ അല്ലെങ്കിൽ എന്നിട്ട് T3ഉം T4ഉം ഒരു ഹയർ ലെവൽ അല്ലെങ്കിൽ നോർമൽ, മിക്ക കേസിലും ആദ്യം ഒരു ഹൈപ്പർ പോലെ വരും, എന്നിട്ട് അത് നോർമൽ ആവും, പിന്നെ അത് ഹൈപ്പോയിലേക്ക് പോകും. ഓക്കെ, അങ്ങനത്തെ കേസ് കൂടുതലും ഈ തൈറോയിഡൈറ്റിസ് എന്നൊരു കണ്ടീഷനിലേക്ക് വരുന്ന ടൈമിലായിരിക്കും വരുന്നത്. പറഞ്ഞത് ക്ലിയർ ആയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡോക്ടറെ, ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്യൂ. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ ഡോക്ടറെ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഹലോ, അതായത് നമ്മൾ പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു നമ്മൾ സ്കാൻ ചെയ്തു എന്ന് വിചാരിച്ചോ, ഒരാൾക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവരുടെ ആക്സിഡന്റ്, എനിക്ക് അറിയാവുന്ന ഒരു കേസാണ്, ആക്സിഡന്റലി ഒന്ന് സ്കാൻ ചെയ്തു, ആ ടൈമിൽ ആൾക്ക് തൈറോയിഡൈറ്റിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നൊഡ്യൂള് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്തേ, പിന്നീട് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റും ചെയ്തു, തൈറോയിഡ് ആന്റിബോഡിയും ചെയ്തു. അപ്പൊ എന്താ കിട്ടിയെന്ന് വെച്ചാൽ TFTയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, തൈറോയിഡ് ആന്റിബോഡി അല്ലെ ഓട്ടോ ആന്റിബോഡീസ് എന്താ നല്ല രീതിയിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ തൈറോയിഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണല്ലോ. ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേഷൻ, തൈറോയിഡിന്റെ ഇൻഫ്ലമേഷൻ വന്നപ്പോൾ തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അതെ, അപ്പൊ എന്താ സംഭവിക്കുക, ഇപ്പൊ ലിവറിന് ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നാൽ അവിടെ നിന്ന് എന്ത് റിലീസ് ചെയ്യും, ഈ പറഞ്ഞ പോലെ SGOT SGPT അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യും. അത് അവിടെ ഉണ്ടാവുന്ന എൻസൈംസ് പോലത്തെ സംഭവങ്ങളാണ്. അപ്പൊ അത് റിലീസ് ചെയ്യും. അതേപോലെ തൈറോയിഡിന് ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അവിടെ നിന്ന് ആരെ റിലീസ് ചെയ്യും, T3ഉം T4നെ റിലീസ് ചെയ്യും. കാരണം അവിടെ ഉണ്ടാവുന്ന ആരാണ്, ഈ T3ഉം T4ഉം ആണ്. അപ്പൊ എന്താ സംഭവിക്കുക, TSH ചിലപ്പം നോർമൽ ലെവലിൽ നിൽക്കും, അതേസമയം T3ഉം T4ഉം ചിലപ്പം കൂടെ നിൽക്കും. അപ്പൊ എന്താ നമ്മൾ പറയും ഹൈപ്പർ തൈറോയിഡ് ആണ് എന്ന് പറയും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആ ഇൻഫ്ലമേഷൻ കഴിഞ്ഞു, പിന്നെ തൈറോയിഡ് ഡാമേജ് ആയി തുടങ്ങി. അപ്പം പതിയെ T3ഉം T4ഉം കുറഞ്ഞു വരും. അപ്പൊ ഒരു അറ്റേ പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, നോർമൽ ലെവലിലേക്ക് എത്തും. അത് കഴിഞ്ഞത് പതിയെ താഴെ വന്നിട്ട് ഹൈപ്പോതൈറോയിഡ്സ് ആവും.
അതായത് ഹൈപ്പർ വന്നു, നോർമലായി, ഹൈപ്പോ ആയി. അത് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ ഈ ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. തൈറോയിഡൈറ്റിസ് പോലത്തെ കണ്ടീഷനിൽ നമ്മളതിനെ സബക്യൂട്ട് എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പിന്നെ നമ്മൾ പറഞ്ഞ സബ് ക്ലിനിക്കൽ, അതെന്ന് പറഞ്ഞാൽ TSH ചേഞ്ച് ഉണ്ടാവും, പക്ഷെ T3 T4 വലിയ ചേഞ്ച് അവിടെ കാണിക്കില്ല, അതാണ് സബ് ക്ലിനിക്കൽ. പക്ഷെ ഇതൊക്കെ പോയി എന്ത് സംഭവിക്കും? ഹൈപ്പോതൈറോയിഡ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്, ആ തൈറോയിഡിനെ അത് എഫക്ട് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് അവിടെ ആ ഒരു ഓൾട്രേഷൻ, ഫിസിയോളജിക്കൽ ഓൾട്രേഷൻസ് അവിടെ സംഭവിക്കും. പിന്നെ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ തൈറോയിഡ് ആന്റിബോഡീസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തൈറോയിഡ് റിസപ്റ്റർ ആന്റിബോഡി, അതിൻ്റെ തന്നെ ഒരു സബ് ടൈപ്പ് ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന TSI. ആ രണ്ട് സാധനം നമുക്ക് കിട്ടുന്നത് ഗ്രേവ്സ് ഡിസീസ്, അതെന്താ ഹൈപ്പർ തൈറോയിഡിസം ആണ്. അത് ഓട്ടോ ഇമ്മ്യൂണായിട്ട് വരുന്ന ഹൈപ്പർ തൈറോയിഡിസം, ഒരു ടോക്സിക് ഗോയിറ്റർ പോലത്തെ സംഭവമാണ്. അവിടെ എന്താ വരിക എന്ന് വെച്ചാൽ ഈ ഒരു ഹോർമോൺ ഓട്ടോ ആന്റിബോഡി കൂടുതലായിരിക്കും. അത് ഹൈപ്പർ ആവുന്നത് എന്താന്ന് വെച്ചാൽ TSH നോട് സിമിലർ ആയിട്ടുള്ളതാണ് ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് വന്നിട്ട് ഈ തൈറോയിഡ് റിസപ്റ്ററിനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ TSH തൈറോയിഡ് റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം കൂടുതൽ T3 T4 പ്രൊഡ്യൂസ് ചെയ്യും. പിന്നുള്ളതാണ് TPO, അതുപോലെ തന്നെ തൈറോഗ്ലോബൽ ആന്റിബോഡീസ്. ഈ രണ്ടെണ്ണം ഈ പറഞ്ഞ പോലെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ നമുക്ക് കിട്ടും. പക്ഷേ ഗ്രേവ്സ് ഡിസീസിൽ നമുക്ക് കൂടുതലും കിട്ടുക ഈ പറഞ്ഞ തൈറോയ്ഡ് റിസപ്റ്റർ ആന്റിബോഡി അല്ലെങ്കിൽ TSI എന്ന് പറയുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോ ഗ്ലോബുലിനായിരിക്കും. പിന്നെ നമ്മൾ കൂടുതലും ഈ തൈറോയിഡ് പ്രശ്നമുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് കാണാം നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു അർട്ടിക്കേരിയ, രാത്രിയിൽ കിടന്നിട്ട് ബെഡിന്റെ ഹീറ്റ് ഒക്കെ തട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു അർട്ടിക്കേരിയ. അത് കുറച്ച് ഈ തൈറോയിഡ് പ്രശ്നം, പ്രത്യേകിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് പോലത്തെ കണ്ടീഷനുള്ള ആൾക്കാർക്ക് നമുക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ ഉള്ള സംഭവമാണ് ഹൈപ്പോതൈറോയിഡിസം. അത് നമുക്കറിയാം, ഫറ്റീഗ് വരാം, വെയിറ്റ് ഗെയിൻ വരാം, ഭയങ്കര ചില്ലി ഫീലിംഗ് ഉണ്ടാവാം, അതുപോലെ ഭയങ്കര ഡ്രൈ സ്കിൻ ആവാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കോമൺ സിംറ്റംസ്. ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു കേസ് വരികയാണ്, ഇപ്പം ചിലപ്പോൾ അവർ പ്രസന്റ് ചെയ്യുന്നത് ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആയിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേണം അവരോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് സിംറ്റംസ് ചോദിച്ചിട്ട് അതിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചോദിക്കുക. അപ്പൊ ഹൈപ്പോതൈറോയിഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം, ചിലപ്പം പീരീഡ്സ് നീങ്ങിപ്പോവാം, അല്ലെങ്കിൽ അമെനോറിയ പോലത്തെ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒലിഗോമെനോറിയ എന്ന് പറയും. ഒലിഗോമെനോറിയ എന്ന് വെച്ചാൽ പീരീഡ്സിന് എണ്ണം കുറയുക അല്ലെങ്കിൽ ഗ്യാപ്പ് കൂടുക, അങ്ങനെ ഒരു കണ്ടീഷനാണ് ഒലിഗോമെനോറിയ. പോളിമെനോറിയ എന്ന് വെച്ചാൽ പെട്ടെന്ന് പീരീഡ്സ് ആവുക, അതാണ് പോളിമെനോറിയ. അപ്പൊ അതൊക്കെ കൂടുതൽ ഹൈപ്പർ തൈറോയിഡിസം പോലത്തെ കണ്ടീഷനിലൊക്കെ നമുക്ക് പോളിമെനോറിയ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ കിട്ടാം, മാറിയും വരാം. അത് ഡിപ്പെൻഡ് ചെയ്യും പല കാര്യങ്ങളെ. ഹൈപ്പർ ആവുമ്പോൾ എന്താ, വെയിറ്റ് ലോസ് ഉണ്ടാവും, ഭയങ്കര പാൽപിറ്റേഷൻ, ഭയങ്കര ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും, ട്രമർ ഉണ്ടാവും, ഡിഫിക്കൽറ്റി സ്ലീപ്പിംഗ്, ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവരുടെ മെറ്റബോളിസം ഭയങ്കര കൂടുതലാണ്, അപ്പൊ അവർ ഭയങ്കര അലേർട്ടായിട്ടിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് TSH എപ്പോഴാണ് കൂടി നിൽക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈപ്പോതൈറോയിഡിസം വരുമ്പോൾ T3 T4 കുറവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, T3 T4 കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പോസിറ്റീവ് ഫീഡ്ബാക്ക് പോകും, തൈറോയിഡിൽ നിന്ന് പോയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയും T3 T4 കുറവാണ്, TSHനെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? TSH കൂടും. ഓക്കെ, അതേപോലെ TSH എപ്പം കുറയും? ഹൈപ്പർ ആവുന്ന ടൈമിൽ. ഹൈപ്പർ ആവുന്ന ടൈമിൽ എന്താ പറ്റുക? T3 T4 ആവശ്യത്തിനുണ്ട്, ഇനിയും TSH ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം TSH കുറയും. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ സെയിം കാര്യമാണ് എന്താ, ഫ്രീ T3 T4, അതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ഫ്രീ T3 T4 വേണം ചെക്ക് ചെയ്യാൻ. നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്. കാരണം അതായിരിക്കും അവിടുത്തെ ആക്റ്റീവ് ഫോം, സെൽസ് അപ്ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മെറ്റബോളിസം അവിടെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ട ഇത് ഈ ഫ്രീ T3 T4 ഇനി T4 അല്ലെങ്കിൽ ഫ്രീ T4 അതെങ്ങനെയായിരിക്കും? ഹൈപ്പോതൈറോയിഡിസം വരുമ്പോൾ കുറവായിരിക്കും, ഹൈപ്പറിലാകുമ്പോൾ കൂടുതലായിരിക്കും. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി തൈറോയ്ഡ് ആന്റിബോഡി.
നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. ഈ TPO അതുപോലെ തൈറോഗ്ലോബുലിൻ ആന്റിബോഡി, ഇതൊക്കെ ഹാഷിമോട്ടോസ് ഡിസീസ്, ഒരു ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ. നല്ല രീതിയിൽ ഒരു 1000 ആ ഒരു റേഞ്ച്, അതിലും കൂടുതലൊക്കെ ഉള്ള കേസ് ഉണ്ട് കേട്ടോ. TPO ഒക്കെ പോസിറ്റീവായിട്ട് ആ ഒരു റേഞ്ചിൽ പോകും. അങ്ങനെ വരുന്ന ഒത്തിരി കേസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കോമൺ ആണ്, ഒത്തിരി കോമൺ ആണ് ഈ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ്. തൈറോയ്ഡ് മാത്രമല്ല, ഇപ്പം ഡയബറ്റിക് ആണെങ്കിലും അങ്ങനത്തെ കേസുകളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ റുമാറ്റിക് കണ്ടീഷൻസ്, അതിപ്പോൾ പോലത്തെ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ പല കേസുകളുണ്ട്. പിന്നെ വരുന്നതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ TSH റിസപ്റ്റർ ആന്റിബോഡി. അതാണ് ട്രാബ് എന്ന് പറഞ്ഞ സംഭവം. അത് ഗ്രേവ്സ് ഡിസീസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. പിന്നെ നോർമൽ റേഞ്ച്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ പല ലാബിലും അവരുടെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. അപ്പൊ അതിൽ ആ റെഫറൻസ് റേഞ്ച് നോക്കാന്നുള്ളതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇനിയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്, ഇനി ഈ നമ്മളിപ്പം പറഞ്ഞു തൈറോയ്ഡ് USG ചെയ്തു, ഒരു നൊഡ്യൂൾ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് എന്താ? ഇപ്പൊ ഒരു ടിറാഡ്സ് 3 ഒക്കെയാണ്, അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ മിക്കതും എന്ത് വിടും? FNACക്ക് വിടും. ഞാൻ ഒരു കേസ് സിനാരിയോ പറയാം. അപ്പൊ അതിൽ എന്താണ് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടുള്ള പ്രോഗ്നോസിസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ഹൈപ്പർ തൈറോയ്ഡ് ഉണ്ടായിരുന്ന ഒരു കേസ്, ആൾക്ക് സ്കാൻ ചെയ്തപ്പോൾ എന്താ പറ്റിയേ? നൊഡ്യൂൾ, 2 നൊഡ്യൂൾ ഉണ്ടായിരുന്നു, റൈറ്റിലും ലെഫ്റ്റ് ലോബിലായിട്ട്. എന്നിട്ട് ഒരെണ്ണത്തിൽ നിന്ന് FNAC എടുത്തിട്ടുണ്ട്. FNAC ഒരു ലോബിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെഡിസിൻ കൊടുത്തു. നെക്സ്റ്റ് ടൈം വീണ്ടും സ്കാൻ ചെയ്തു, അത് FNAC എടുത്തു, വേറെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും സ്കാൻ ചെയ്യാൻ വിട്ടു, മെഡിസിൻ കൊടുത്തു, ആള് സിംറ്റമാറ്റിക്കലി ബെറ്റർ ആയി. പക്ഷെ ഒരെണ്ണം സൈസ് കൂടി, ഒരു നൊഡ്യൂൾ ഉണ്ടായിരുന്ന സൈസ് കൂടി, ഒരെണ്ണം ഉണ്ടായിരുന്നത് സൈസ് കുറഞ്ഞു. ഓക്കെ, എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്ന് പറയാവോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയാം. അത് പ്രോഗ്നോസിസ് ഗുഡ് ആണോ ബാഡ് ആണോ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയൂ. ആരും ഒന്നും കേൾക്കുന്നില്ലേ? അതോ എല്ലാരും മഴയൊക്കെ ആയിട്ട് ഉറക്കമാണോ? മിക്കതും സീനിയർ ഡോക്ടേഴ്സ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. FNAC ഒക്കെ എടുക്കുന്ന ടൈമിൽ, ഇപ്പം പ്രത്യേകിച്ചും തൈറോയിഡിന്റെ കേസിൽ, എടുക്കുന്ന ഏത് നോഡിന്നാണോ എടുക്കുന്നത് അതെന്ത് ചെയ്യും? വലുതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഒരിക്കലും അതൊരു ബാഡ് പ്രോഗ്നോസിസ് ആയിട്ടോ അല്ലെങ്കിൽ അയ്യോ അതിന്റെ സൈസ് കൂടിയല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതർവൈസ് ഭയങ്കരമായിട്ട് കൂടി എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതല്ല, ചെറിയൊരു വ്യത്യാസം, അല്ലെ നമ്മൾ കൊടുത്തിട്ട് ആ സൈസ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ FNAC എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് ആ ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന സംഭവം അതിന്റെ സ്കോറിംഗ് ആണ്. USG തൈറോയിഡിന്റെ ടിറാഡ്സ് എന്ന് പറയുന്നത് ബിനൈൻ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല, FNAC ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടിറാഡ്സ് 2 അതും നോട്ട് സസ്പീഷ്യസ് ആണ്, അവിടെ നൊഡ്യൂള് പ്രശ്നമൊന്നുമില്ല, FNAC ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വരുന്നത് ടിറാഡ്സ് 3, ഇവിടം തൊട്ടാണ് മൈൽഡ്ലി സസ്പീഷ്യസ് ആണ്, ആണോ അല്ലയോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പം നമ്മൾ FNAC വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ 1 വർഷം 2 വർഷം 3 വർഷം അതുപോലെ 5 വർഷം അങ്ങനെയുള്ള രീതിയിൽ ഫോളോ അപ്പ് ആയിട്ട് എന്ത് ചെയ്യണം? അൾട്രാസൗണ്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പം ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ തൈറോയിഡിന്റെ CA ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും CA ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നമുക്ക് ഈ മോളിൽ പറഞ്ഞ ആൾക്കാർക്കും വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. വേറെ എന്തെങ്കിലും ഫർദർ അത് ആ സ്കോറിൽ എന്തെങ്കിലും ചേഞ്ച് വന്ന് പെട്ടെന്ന് ടിറാഡ്സ് 1 ആയിരുന്നു 3 ആയി, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വരുന്നത് ടിറാഡ്സ് 4, അത് മോഡറേറ്റ്ലി സസ്പീഷ്യസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ FNA ചെയ്ത് നോക്കാം. കൂടുതലും പറയുന്നത് 1.5 സെന്റിമീറ്ററിൽ കൂടുതലല്ല, എത്രയെങ്കിലും വേണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഫോളോ അപ്പ് അൾട്രാസൗണ്ടും പറയുന്നുണ്ട്. കണ്ടോ,
ടിറാഡ്സ് 5 എന്ന് പറഞ്ഞാൽ ഹൈലി സസ്പീഷ്യസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും FNAC ബയോപ്സി. ഫോളോ അപ്പും അൾട്രാസൗണ്ട് ആണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കും. ആനുവലി ഒരു 5 വർഷത്തേക്ക് ചെയ്ത് നോക്കണമെന്ന് പറയും. പിന്നെ വരുന്ന ടിറാഡ് 6 എന്നൊക്കെ പറഞ്ഞാൽ പ്രൂവൺ മാലിഗ്നൻസി ആണ്. അപ്പൊ നമ്മൾ നേരെ ബയോപ്സി ചെയ്തത് കൺഫേം ചെയ്യുന്നതാണ് ടിറാഡ് 6 ആ ഒരു രീതിയിൽ പറയുന്നത്. അപ്പൊ ഇത്രയാണ് തൈറോയിഡിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ ആയോ? അപ്പൊ നമ്മൾ പറഞ്ഞ സാധനം TFT ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുപോലെ TFT ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്ത് ചെയ്യണം, ഫാസ്റ്റിങ്ങിൽ വേണം ചെയ്യാൻ TFT മൊത്തം ചെയ്യുന്ന ടൈമിൽ. അതുപോലെ തന്നെ ഉള്ളതാണ് ഈ ആന്റിബോഡീസ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം കുറേ ഡോക്ടേഴ്സ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒത്തിരി ഡോക്ടേഴ്സ് ചെയ്യിക്കുന്നുണ്ട്. ഈവൻ വർഷങ്ങളായിട്ട് തൈറോയിഡുള്ള ആൾക്കാർക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം TPO ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പം മെഡിസിൻ കൊടുത്തു, നമുക്ക് ചേഞ്ച് വന്നു, എന്താ തൈറോയിഡിൽ ചേഞ്ച് വരുന്നുണ്ട്, അതേസമയം നമ്മൾ ആരെയും നോക്കണം, ഈ TPOയിൽ ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. മനസ്സിലായോ? TSH മാത്രം നോക്കി പോകരുത്, കൂടെ ഇടയ്ക്കെങ്കിലും ഈ TPO പോലത്തെ സാധനങ്ങൾ കൂടി ചെക്ക് ചെയ്ത് പോകണം. കാരണം നമ്മുടെ മെഡിസിൻ എത്രത്തോളം ആക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ ഈ TPOയിലും ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. TPO ആണെങ്കിലും TPOയേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് ഈ തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അതും മൈൻഡിൽ വേണം. അത് പറ്റുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ്. നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ഫീമെയിൽ കേസുകളിലേക്കാണ്. ഇതിൽ പോകുന്നതിന്റെ മുന്നേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നിർത്തിയത്. അതായത് IgE നോക്കുന്ന ടൈമില് നല്ല കൂടുതലാണ്, പക്ഷെ പ്രസന്റ് ആ പേഷ്യന്റിന് ഒരു സിംറ്റംസ് ഇല്ല. ഓക്കെ, ഇപ്പം എക്സിമ പോലത്തെ കണ്ടീഷൻ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസ് ഇല്ല, അല്ലെങ്കിൽ അലർജിക് റൈസ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളായിരിക്കാം. ആരും പറഞ്ഞില്ല, അത് പറയാൻ പറഞ്ഞായിരുന്നു. ഇതിലും ആരും പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ ആൻസർ ഞാൻ പറയില്ല ഇപ്പം. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ. നിങ്ങൾ ക്ലിനിക്കലി കാണുന്ന കേസുകളാണല്ലോ. അപ്പം IgE ഭയങ്കര കൂടുതല്, അത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ, അല്ല, അത് IgE കൂടുതലാണ് പക്ഷെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണോ വേണ്ടയോ? ആർക്കും അഭിപ്രായമൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ, നമുക്കത് വിടാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ്. അപ്പൊ ഇതില് വരുന്ന നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ആ ഒരു ഫിസിയോളജി. ഹൈപ്പോതലാമസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അതെപ്പോഴും നമ്മളൊരു പ്യൂബർട്ടിക്ക് മുന്നേ വരെ കണ്ടിന്യൂസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യും. പക്ഷെ എപ്പോഴും നമ്മുടെ പിറ്റ്യൂട്ടറി അതിനെ സെൻസിറ്റൈസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു പൾസേറ്റിംഗ് മാനറിലായിരിക്കണം. കുറച്ച് വിട്ടു പിന്നെ നിർത്തി, അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, അല്ലെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഈ GnRH കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ നിന്ന് പൾസേറ്റിംഗ് മാനറിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് എന്താ ചെയ്യുക? ഈ പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. അപ്പൊ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിന്ന് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? ഇപ്പൊ നമ്മൾ ഫീമെയിൽ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? FSHഉം LHഉം, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നാണ് പറയുന്നത്, GnRH. അവിടെ അത് വന്നിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് FSHഉം LHഉം പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ പറയുന്നത്? റേഞ്ചിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? മഴയുണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ FSHഉം LHഉം റിലീസ് ചെയ്യും. ഈ FSHഉം LHഉം എന്താ ചെയ്യുന്നേ? ഇത് നേരെ പോയിട്ട് നമ്മുടെ തീക്ക സെൽസിലും ഗ്രാനുലോസസ്, ഓവറിയിലെ 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ്, തീക്ക സെൽസും ഗ്രാനുലോസ സെൽസും. ഇതിൽ ആക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും?
ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആക്ച്വലി തീക്ക സെൽസിൽ ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രോജൻ ആണ്. എന്നിട്ട് അതിനെ ഗ്രാനുലോസ സെൽസിൽ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് ഈസ്ട്രജൻ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് പോകും. നെഗറ്റീവ് ഫീഡ്ബാക്ക് പോയിട്ട് FSH ഉം LH ഉം കുറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ LH സർജ്, ഈ FSH ഉം LH നും ചെറിയൊരു സർജ് ഉണ്ടാവും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അൺനോൺ ആണ്, നമുക്കറിയില്ല. പിന്നെ ഈ FSH ഒരു ചെറിയൊരു ഹൈക്ക് ഉണ്ടാവും, LH നല്ലൊരു സർജ് ഉണ്ടാവും. ആ സർജിന്റെ ടൈമിലാണ് എന്താ സംഭവിക്കുക? ഓവുലേഷൻ നടക്കും. ഓക്കെ, ഓവുലേറ്ററി സൈക്കിളിൽ ഓവുലേഷൻ നടക്കും. ഇതാണ് പിന്നെ വരുന്നത് കോർപ്പസ് ലൂട്ടിയം വരും. അപ്പൊ ഇവിടെ ഈ ഈസ്ട്രജൻ ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അത് വന്നിട്ട് യൂട്രസിലെ എൻഡോമെട്രിയൽ തിക്നെസ് ഉണ്ടാക്കും, തിക്കനിങ് ഉണ്ടാക്കും, എൻഡോമെട്രിയൽ തിക്കനിങ് ഉണ്ടാക്കും. എന്നിട്ട് ഈ ഓവം പുറത്തു വന്നു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ മിച്ചം വരുന്നതാരാ? കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ആരെ പ്രൊഡ്യൂസ് ചെയ്യും? പ്രൊജസ്ട്രജൻ. അത് വന്നിട്ട് ഈ പ്രൊജസ്ട്രജൻ വന്നിട്ട് ഇവിടെ ഉള്ള കുറച്ച് ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിനെയൊക്കെ കോയിൽ ചെയ്തിട്ട് ഒരു വെൽവെറ്റി ആ ഒരു ടൈപ്പ് ഒരു ടെക്സ്ചറിൽ കുറച്ചുകൂടി ഇവിടെ തിക്നെസ് കൂട്ടും. ഓക്കെ, എന്താന്ന് വെച്ചാൽ ആ വരുന്ന ഫീറ്റസിനെ റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ആ ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്ക് ഉണ്ടാവും, ഒരു വെൽവെറ്റ് അപ്പിയറൻസ് ആവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇത് പറയുന്നതും ബാക്കി കാര്യങ്ങൾ മനസ്സിലാവാൻ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നോർമലി നമ്മൾ പറയും 28 days ആണ് ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന്, അല്ലേ? അത് നമുക്ക് എത്ര വരെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മാക്സിമം എത്ര വരെ ഷോർട്ടൻ ചെയ്യാം, മാക്സിമം എത്ര വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഈ ഒരു കാര്യത്തെ കുറിച്ചൊരു ബേസിക് ആയിട്ട് നമുക്ക് വേണം. അതെന്താന്ന് വെച്ചാൽ 21 days to 35 days. ഇതാണ് നമ്മൾ നോർമൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പറയുന്നത്. ഈ 21 daysനേക്കാൾ മുന്നേ വന്നാലും 35 daysനേക്കാൾ നീങ്ങിപ്പോയാലും അബ്നോർമൽ ആണ്. ഓക്കെ, ഈ 21 daysന് മുന്നേ വരുന്ന കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോളിമെനോറിയ. 35 daysനേക്കാൾ നീങ്ങി പോകുന്നതാണ് ഒലിഗോമെനോറിയ. ഈ രണ്ട് കണ്ടീഷനും പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അത് തൈറോയിഡിന്റെ പ്രശ്നമാകാം, PCOSന്റെ പ്രശ്നമാകാം, അല്ല ഈവൻ ജസ്റ്റ് ആ ഹോർമോണൽ ഈസ്ട്രജന്റെ പ്രശ്നമാകാം, പ്രൊജസ്ട്രജന്റെ പ്രശ്നമാകാം. ഇതൊന്നും അല്ല, ചിലപ്പം പിറ്റ്യൂട്ടറിയിലെ പ്രശ്നങ്ങൾ, പ്രൊലാക്റ്റിൻ പോലത്തെ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ പോലത്തെ കണ്ടീഷൻ വരുമ്പം ഇതുപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ അമനോറിയാണ് അവിടെ കൂടുതലും. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസ് പലതും വരാം. ഇതൊരു ബേസിക് കാര്യം. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. നമ്മളിപ്പോ ഒരു കേസ് വന്നു, ഒരു അമനോറിയ കേസ് വന്നു, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ആഫ്റ്റർ ഒരു 5 days ആൾക്ക് പീരീഡ്സ് ആയാൽ അതിനെ നമ്മൾ ഒരു നോർമൽ ഓവുലേറ്ററി സൈക്കിളായിട്ടാണോ അല്ലെങ്കിൽ ഓവുലേറ്ററി ഒരു ആയിട്ട് വരുന്ന പീരീഡ്സ് ആയിട്ടാണോ കണക്കൂട്ടുക, അതോ അനോവുലേറ്ററി ആയിട്ടായിരിക്കും? ഒരു ജസ്റ്റ് ഒരു യൂട്രൈൻ ബ്ലീഡിങ് എന്ന രീതിയിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. എന്തോ ബ്ലീഡിങ് ആയിട്ടാണ്. കാരണം എന്താ നമുക്കറിയാം. താങ്ക് യു മാഡം. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയും ഓവുലേഷൻ ഓവുലേഷൻ നടന്ന എത്രാമത്തെ ദിവസമാണ് പീരീഡ്സ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തിരിച്ചു പറയാം, ഇന്നത്തെ ദിവസം പീരീഡ്സ് ആയെങ്കിൽ ഇതിന് 14 ദിവസം മുന്നേ ആയിരിക്കും എന്ത് നടന്നിട്ടുണ്ടാവുക? ഓവുലേഷൻ നടന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് മെഡിസിൻ കൊടുത്ത് 5 ദിവസം കഴിയുമ്പോൾ പീരീഡ്സ് ആയാൽ അതൊരിക്കലും എന്തായിരിക്കില്ല? ഒരു ഓവുലേറ്ററി സൈക്കിൾ ആയിരിക്കില്ല, അതൊരു അനോവുലേറ്ററി സൈക്കിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ മിക്കപ്പോഴും പൾസാറ്റില പോലത്തെ മെഡിസിൻസ് കൊടുക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഇപ്പം അശോക ടിഞ്ചർ ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസിൽ നമുക്ക് കൂടുതലും കിട്ടുക. പക്ഷെ അതൊരിക്കലും ഒരു അതിനൊരു ആ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ അല്ല, ഒരു മാനേജ്മെന്റ് ആണ്. അപ്പം കുറെ നാളായിട്ട് പീരീഡ്സ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അല്ലെങ്കിൽ പീരീഡ്സ് ആവാൻ ഭയങ്കര കാലുകഴപ്പ്, നടുകഴപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങോട്ട് ആവുന്നില്ല. ആ ഒരു കൺജഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. അത് റിലീവ് ചെയ്യാനായിട്ട് പൾസാറ്റിൽ ഹെൽപ്പ് ചെയ്യും. അതാണ് അവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന സംഭവം. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് ഫീമെയിൽ ഹോർമോൺസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. ഇത് നോക്കി നമുക്കറിയാം, ഇതൊരു 14 ദിവസം
അല്ലെങ്കിൽ 28 ദിവസത്തെ സൈക്കിളായിട്ട് പറയുകയാണ്. ഇവിടെ ഫസ്റ്റ് നോക്കി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം, ആ ഒരു ടൈമിൽ നോക്കി FSH എന്തുണ്ടാവും, പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും. എന്നിട്ട് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈസ്ട്രജൻ കൂടുതൽ ഉണ്ടായിരുന്നു, അതായത് അവിടെ നിന്ന് ആ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തു, ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന അനുസരിച്ച് ഈ ഈസ്ട്രജന്റെ ലെവൽ നോക്കി ഈസ്ട്രജൻ കൂടിക്കൂടി വരും. ഇത് കൂടുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, ഈസ്ട്രജൻ കൂടുന്നതനുസരിച്ച് FSH പതിയെ കുറഞ്ഞു വരും. പക്ഷെ ഒരു പോയിന്റ് എത്തുന്ന ടൈമിൽ FSH ഒരു ഹൈക്ക് ഉണ്ടാവും. ആ ടൈമിൽ തന്നെയാണ് എന്താ LH സർജ് വരും. കണ്ടോ, ആ ടൈമിലാണ് ഓവുലേഷൻ നടക്കുക. ഈ ഒരു ടൈം വരെ എന്താ പ്രൊജസ്ട്രജൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു, കോർപ്പസ് ലൂട്ടി ഉണ്ടായി. കോർപ്പസ് റിലീസ് ചെയ്യും. ഇവിടെ ഈസ്ട്രജനും കൂടുതലാണ്, പ്രൊജസ്ട്രജനും കൂടുതലാണ്. പക്ഷെ ഇവിടെ എപ്പോഴും ഭാഗത്ത് ഇതെന്താ ഫോളിക്കുലർ ഫേസ്, ഓവറി. അതേസമയം പ്രോലിഫറേറ്റീവ് ഫേസ് ആരെ നോക്കുമ്പോൾ യൂട്രസിനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തിക്കനിങ്, ഈസ്ട്രജൻ വന്നിട്ട് ഇവിടെ തിക്കനിങ് ഉണ്ടാകും, ചാർജ് കഴിഞ്ഞു പോയി. എന്നിട്ട് വീണ്ടും പതിയെ കൂടും, ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യും. കൂടുതലും എന്നിട്ട് വീണ്ടും അത് കുറഞ്ഞു ആ പോവാ. ഇത് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, കാരണം ഇനിയും പറയുന്ന കാര്യങ്ങൾ ബേസിക് ഐഡിയ വേണം. പറയട്ടെ, ഒരു പ്രാവശ്യം പറയാം. ഇതെന്ത് സംഭവം? നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫ്ലോ ചാർട്ട് ഓർമ്മയുണ്ടോ? ഇവിടുന്ന് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ വന്നു, FSH റിലീസ് ചെയ്തു, LH റിലീസ് ചെയ്യുന്നുണ്ട്. ഈ FSH എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു ഓവറിയിൽ ചെന്നിട്ട് അവിടെ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമുക്ക് ഓൾറെഡി ഓരോ പീരീഡ്സിന്റെ ടൈമിൽ കുറേ പ്രൈമോഡിയൽ ഫോളിക്കിൾ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈമോഡിയൽ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്, അത് ഉണ്ടായി വരുന്നുണ്ടാവും. പക്ഷെ എന്നിട്ട് ഈ എല്ലാ പ്രൈമോഡിയലും പ്രൈമറി അങ്ങനെ ആവണമെന്നില്ല. ഈ പ്രൈമറി ഫോളിക്കിളിനെ സെക്കൻഡറി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് FSH. ഇത് ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അത് കൂടിക്കൂടി FSH കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതനുസരിച്ച് ഇവിടെ നോക്കി ഈസ്ട്രജൻ പതിയെ കൂടിക്കൂടി വന്നു. കാരണം എന്താ, ഈ ഡെവലപ്പ് ചെയ്യുന്ന ഫോളിക്കിൾ, ആ ഫോളിക്കിളിനകത്താണ് നമ്മൾ പറഞ്ഞില്ലേ ഓവറിലെ ഓരോ ഫോളിക്കിളിനകത്താണ് തീക്ക സെൽസും ഗ്രാനുലോസ സെൽസും ഉള്ളത്. ഈ തീക്ക സെല്ലിൽ നിന്ന് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഗ്രാനുലോസ സെൽ, കൺഫ്യൂഷൻ ആക്കുന്നില്ല, അത്ര ഓർക്കണ്ട. ഈ ഓവറിൽ നിന്ന് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യും ഫോളിക്കിളിൽ നിന്ന്. അതനുസരിച്ച് കണ്ടോ FSH കുറഞ്ഞു കുറഞ്ഞു വരും. FSH കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഒരു പോയിന്റ് എത്തുന്ന ടൈമിൽ ഈ ഈസ്ട്രജൻ ഭയങ്കരമായിട്ട് കൂടി. പക്ഷെ ആ ഒരു ടൈമിൽ ചിലപ്പം ഈ FSH ഒന്ന് കുറഞ്ഞു, പക്ഷെ ഒരു ടൈം എത്തുമ്പോൾ FSH ഒന്ന് കൂടും. ആ ടൈമിൽ തന്നെ LHും എന്ത് ചെയ്യും? ഹൈക്ക് ഉണ്ടാവും. ഇതിന് ഈ LH കൂടുന്നതിനാണ് എന്ത് പറയുന്നത്? LH സർജ്. നമ്മൾ പറയും അത് എന്തിനു വേണം? ഓവുലേഷൻ നടക്കാൻ. ആ ടൈം ആകുമ്പോൾ ഓവുലേഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടും കുറഞ്ഞു പോകും. ഇവിടത്തെ ഇത് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതിന് നമുക്ക് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, അറിയാത്തൊരു കാര്യമായിട്ട് ആണ് അത് പറയുന്നത്. പിന്നെ ഇത് ഓവുലേഷൻ നടന്നു, കോർപ്പസ് ലൂട്ടിയം വന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ഈസ്ട്രജൻ പതിയെ കുറയും, പ്രൊജസ്ട്രജൻ എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. ഓക്കെ, പിന്നെ പതിയെ ഈസ്ട്രജനും കൂടിക്കൂടി വരും. അതനുസരിച്ച് FSHും കുറഞ്ഞു കുറഞ്ഞു പോകും. പിന്നെ ഈസ്ട്രജൻ കുറയുന്ന ടൈം ആവും, അതെപ്പോഴാ? പീരീഡ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. ആ ടൈമിൽ എന്ത് ചെയ്യും? FSH എന്ത് ചെയ്യും? വീണ്ടും കൂടും. ഇവിടെ ഓർക്കേണ്ട സാധനം ഈ LH സർജ്. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഈ ഒരു ഫേസിൽ ഇവിടെ മേൽക്കൈ ഈസ്ട്രജനും, അതായത് ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസിൽ, ഈ പറയുന്ന സെക്രട്ടറി അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസിൽ മേൽക്കൈ ആർക്കാ? പ്രൊജസ്ട്രജന്. ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം നമ്മൾ എപ്പോഴും പറയും എന്താ, ഈ പ്രൊജസ്ട്രജൻ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ഫേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു ഇത്തിരി ഒന്ന് കുറയും. ഫീമെയിൽസിലെ ഇമ്മ്യൂണിറ്റി ഈ ഒരു ഫേസിൽ, സെക്രട്ടറി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസിൽ ഇത്തിരി ഒന്ന് കുറയും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഓവുലേഷൻ നടന്നു, ഇനി ആര് വരണം? സ്പേം വരണം.
സ്പേം ഒരു ഫീമെയിൽ ബോഡിയെ സംബന്ധിച്ച് ആരാ? ഫോറിൻ ബോഡിയാ. അപ്പം നല്ല സ്ട്രോങ് ഇമ്മ്യൂണിറ്റി ആയിട്ടിരിക്കുകയാണെങ്കിൽ വരുന്ന സ്പേമിനെ ഫോറിൻ ബോഡിയായിട്ട് കണ്ട് റിജക്റ്റ് ചെയ്യും. ആ ഒരു റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെറുതായിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇമ്മ്യൂണിറ്റി ഒന്ന് റെഗുലേറ്റ് ചെയ്യും. ടി സെൽ റെഗുലേഷൻ എന്ന് പറയും. അപ്പൊ അത് ചെയ്യും ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ എന്താ സംഭവിക്കുക? നമുക്ക് എന്തെങ്കിലും ക്രോണിക് ആയിട്ടൊരു അസുഖം ഉണ്ടെങ്കിൽ, ഇപ്പം ആസ്മ ഉള്ള ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അർട്ടിക്കേരിയ ഉള്ള ആളാണെന്ന് വിചാരിക്കുക, ഈ ഒരു പോർഷനിൽ എന്താ സംഭവിക്കുക? അത് കൂടും. നമുക്ക് എന്താ മുട്ടുവേദന ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സമയത്ത് മുട്ടുവേദന കൂടും. അതേപോലെ തന്നെ ഈ പീരീഡ്സിന് കുറച്ച് ദിവസം മുന്നേ, ഒരു 2-3 ദിവസം മുന്നേ, അല്ലെ പീരീഡ്സിന്റെ ടൈമിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടും. അതിന്റെ കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കുറയുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ക്രോണിക് ഇൻഫെക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടോ, അത് ഈ ഒരു ടൈമിൽ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ പോലെ കാണിക്കും. ഈ ടൈമിലും കാണിക്കും, പീരീഡ്സിന്റെ ടൈമിലും. അത് ആ പ്രോസ്റ്റാഗ്ലാൻഡിൻ എഫക്റ്റ് ആണ്. ഇത്രയാണ് ഇതിൽ നമ്മൾ ഓർക്കേണ്ട സാധനം. ഇനിയും വരുന്നത് ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി മാഡം. ഇനിയും വരുന്ന ടോപ്പിക് നമുക്ക് ഹോർമോൺസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാരണം ഇത് നമ്മൾ അറിയണം. ഈ ഹോർമോൺ ഈസ്ട്രജൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു. ആരുണ്ടാക്കും? നമ്മുടെ ഓവറിയിലെ ഫോളിക്കിൾസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈസ്ട്രജൻ. അപ്പൊ ഇവിടെ പ്രൈമറിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനൊക്കെയാണ്? സെക്ഷൽ ഡെവലപ്മെന്റ്. ഇപ്പം പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ബ്രസ്റ്റിന്റെ ഗ്രോത്ത്, ഹിപ്പിന്റെ വൈഡനിങ്, അങ്ങനെ തന്നെ. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിന് സ്റ്റാർട്ട് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടതാണ് ഈസ്ട്രജൻ. അതുപോലെ ഇപ്പം മെൻസ്ട്രൽ സൈക്കിളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ടും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് യൂട്രസിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യും. പ്രൊജസ്ട്രജനെ പോലെ തന്നെ ഈസ്ട്രജനും. ആദ്യം ഈസ്ട്രജൻ വന്നിട്ടല്ലേ ആ യൂട്രസിനുള്ളിൽ ചെറിയൊരു തിക്കനിങ് ഉണ്ടാക്കും. ആ ഒരു തിക്കനിങ് അവിടെ ഉണ്ടായാൽ മാത്രമേ പ്രൊജസ്ട്രജൻ അവിടെ ഒന്ന് ടാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയും സെൻസിറ്റൈസ് ചെയ്യുമെന്ന് പറയും. യൂട്രസിനുള്ളിൽ കുറച്ച് മാർക്ക് ചെയ്ത് വെക്കും. ഇനി പ്രൊജസ്ട്രജൻ വരുമ്പോൾ ഇവിടെ വന്നിരിക്കണം എന്നുള്ള രീതിക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വെജൈനയുടെ തിക്നെസ്, ലൂബ്രിക്കേഷൻ. നമ്മൾ പറയും എപ്പോഴും ഒരു ഓവുലേഷൻ്റെ ആ ഒരു ടൈമിൽ, ആ ടൈമിൽ എന്താ? ഈസ്ട്രജൻ ഹൈക്കാണ്. ആ ടൈമിൽ ഭയങ്കര സ്ട്രിഞ്ചി, അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ട് ഈ മുട്ടയുടെ വെള്ള പോലത്തെ ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ഡിസ്ചാർജ്, അല്ലെ ലൂക്കോറിയ അല്ലേ ഉണ്ടാവുക. ലൂക്കോറിയ എന്ന് പറയാൻ പറ്റില്ല, ഡിസ്ചാർജ് അല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഈസി പെനിട്രേഷൻ, ഈ സ്പേംസിന് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മെക്കാനിസം. പിന്നെ ബോൺ ഹെൽത്ത് നമുക്കറിയാം. മെനോപോസ് ഒക്കെ എത്തുന്ന ആൾക്കാർക്ക് എന്താ? ഓസ്റ്റിയോപോറോസിസ് വരും, അല്ലെ ബോണിന്റെ ഡെൻസിറ്റി കുറയും, പെട്ടെന്ന് ഒടിവ്, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഹാർട്ട്, കാർഡിയക് കംപ്ലയിൻസ് പെട്ടെന്ന് കൂടും. അത്രയും നാളെന്തുണ്ടാവും? പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ഈസ്ട്രജന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. HDL ഒക്കെ ഇത്തിരി കൂടുതലായിട്ടൊക്കെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് HDL-ഉം കുറയും, ഈസ്ട്രജന്റെ പ്രൊട്ടക്ഷൻ കുറയുമ്പോഴത്തേക്ക് HDL-ഉം കുറയും. പിന്നെ മൂഡ്, അത് പറയും, സ്കിന്നിന്റെ ഹെൽത്ത്, ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്ന പ്രൊജസ്ട്രജൻ. പ്രൊജസ്ട്രജൻ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ആരാ? ഓവറീസിൽ നിന്ന് തന്നെയാണ് ഓവുലേഷന് ശേഷം ആ കോർപ്പസ് ലൂട്ടിയം പോലത്തെ സംഭവത്തിൽ നിന്നാണ് വരിക. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ പറഞ്ഞ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഒരു വെൽവെറ്റി അപ്പിയറൻസ് ആക്കി വെക്കും. നമ്മൾ മിക്ക കേസിലും കണ്ടിട്ടില്ലേ, ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ ഒക്കെ നടത്തി ഇൻഡ്യൂസ് ചെയ്തിട്ടൊക്കെ ഉള്ള കേസിൽ നോക്കുമ്പം മിക്ക ആൾക്കാരോടും പറയും ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ സ്പോട്ടിങ്. ആ ടൈമിൽ എന്താ അവർ ചെയ്യുന്നത്? പ്രൊജസ്ട്രജൻ ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയാ? പ്രഗ്നൻസി അവിടെ നിർത്താൻ വേണ്ടിയിട്ട്. കാരണം പ്രൊജസ്ട്രജൻ കുറയുമ്പോഴത്തേക്ക് അത് അബോർഷൻ ആവാനുള്ള, അല്ലെങ്കിൽ മിസ്കാരേജ് ആവാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അവിടെ നിൽക്കില്ല. ആ ഫെർട്ടിലൈസ് ചെയ്ത ഓവത്തിന് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം അവർ ബെഡ് റെസ്റ്റും പറയും, അതുപോലെ തന്നെ പ്രൊജസ്ട്രജൻ ഇഞ്ചക്ഷനും എടുക്കും. ഇത്ര ഗ്യാപ്പിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയും. പിന്നെ പ്രഗ്നൻസി ടൈമിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ പ്രീമച്വർ കൺട്രാക്ഷൻ, അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യും. ഇനിയും വരുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആ നമുക്ക് എന്താ, നമ്മളെ സംബന്ധിച്ച് എപ്പോഴാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൂടുക? നോർമലി കുറച്ചൊരു എമൗണ്ടിൽ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഗ്രാനുലോസ സെൽസിൽ വെച്ചിട്ടാണ് ഈ തീക്ക സെൽസിൽ ഉണ്ടാവുന്ന ആൻഡ്രോജൻ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ പോലത്തെ സംഭവങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ചൊരു എമൗണ്ട് ടെസ്റ്റോസ്റ്റിറോൺ നമുക്ക് ഉണ്ടാവും, ഫീമെയിൽസിലുണ്ടാവും, ഓവറീസിലുണ്ടാവും, ഒന്നുണ്ടാവും.
അഡ്രീനൽ ഗ്ലാൻസിൽ നിന്നുണ്ടാവും, പിന്നെ അഡിപ്പോസ് ടിഷ്യൂ എന്നുണ്ടാവും. നമുക്കിത് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ PCOS പോലത്തെ കണ്ടീഷൻ, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, അങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണ്. ഇതൊക്കെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ലിബിഡോ അല്ലെങ്കിൽ ബോൺ മസിൽസ് ഹെൽത്ത്, എനർജി ലെവൽ, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുക. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് അതെവിടെ അതാണ് കൺസീവ്